നമസ്തേ. നമുക്ക് പുതിയൊരു വീഡിയോയിലേക്ക് പോവാം. നമുക്ക് എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം 8 ദിക്കുകളും ഒരു ബ്രഹ്മസ്ഥാനവുമാണ്. ഈ ദിക്കുകൾ എന്ന് പറയുമ്പോൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. ദിക്കുമുണ്ട്, വിധിക്കുമുണ്ട്. ഒരു ഉദാഹരണം പറയാം. ഇത് സൗത്ത് ആണ്, ഇതൊരു ദിക്കാണ്. ഇത് നോർത്ത് ദിക്ക്, വെസ്റ്റ് ദിക്ക്, ഇത് ഈസ്റ്റ്. ഇത് നാലുമാണ് നമുക്ക് മഹാദിക്കുകളായിട്ട് പറയുന്നത്. ഇത് നാലും മൂലകളാണ്. അപ്പോൾ പല വീടുകളിലും ഈ മൂലകളിൽ വരുന്ന ദിക്കുകൾ മധ്യഭാഗത്തേക്കും ഈ മധ്യത്ത് വരുന്ന ദിക്കുകൾ മൂലഭാഗത്തേക്കും വരുന്ന പല വീടുകളുമുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള മൊബൈലിന്റെ കോമ്പസ് എടുത്ത് വെച്ച് നോക്കിയാലും അറിയാൻ പറ്റും. ചിലർ പറയും സാറേ എൻ്റെ വീടിന്റെ ഒരു മൂലയിലാണ് സൂര്യൻ ഉദിക്കുന്നതെന്ന് പറയും. അപ്പോൾ അത്തരം വീടുകൾ എന്ന് പറഞ്ഞാൽ വിധിക്കിലെ വീടുകളാണ്. വിധിക്കിലെ വീടുകൾ നമ്മൾ വളരെ കൃത്യമായി കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ, അല്ലെങ്കിൽ വളരെ കൃത്യമായി നമ്മളത് കൺസൾട്ട് ചെയ്ത് അതിന്റെ രീതി അനുസരിച്ച് ചെയ്തില്ലെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ വിധിക്കിലെ വീടുകളിലൂടെ നമുക്കുണ്ടാകും. കാരണം പല കാര്യങ്ങളും നമുക്ക് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, നമുക്കിപ്പോ ഇതിലേക്ക് പോകാം. അപ്പോൾ ഈ ഓരോ ദിക്കുകളും ഓരോ ഭാഗ്യങ്ങളാണ്. ഇപ്പൊ ഇതില് ദോഷം വന്നാൽ ഭയങ്കര പ്രശ്നമാക്കുന്ന, അതായത് ഒരാളിനെ പേടിപ്പിക്കുകയല്ല, നമ്മുടെ ജീവിതത്തിലേക്ക് വലിയ വലിയ ബുദ്ധിമുട്ടുകളും അല്ലെങ്കിൽ ജീവിതത്തിലേക്ക് പരാജയങ്ങളൊക്കെ കൊണ്ടുവരുന്ന ചില കാര്യങ്ങൾ ചില ദിക്കുകളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അത് ഏതൊക്കെ ദിക്കിൽ എന്തൊക്കെയാണ്, അത് എന്താണ് അതിന്റെ പ്രശ്നം എന്നുള്ളതാണ് ഇനി ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. നമുക്ക് ഒരു ദിക്കെടുക്കാം. ഈ ദിക്ക് എന്ന് പറയുന്നത് സൗത്ത് വെസ്റ്റ് ആണ്. SW ആണ് നമ്മൾ എഴുതിയാക്കുന്നത്. സൗത്ത് വെസ്റ്റ് ആണ്. സൗത്ത് വെസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇത് കന്നിമൂലയാണ്. കന്നിമൂല, അതായത് ഒരു വീടിന്റെ കന്നിമൂല എന്ന് പറയുമ്പോൾ പലർക്കും ഒരു തെറ്റായ ഒരു ധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഈ ഒരു മൂലഭാഗമാണ് കന്നിമൂലയായി കണക്കാക്കുന്നത്. അപ്പോൾ അവർ പലപ്പോഴും അതിനപ്പുറത്തോട്ടോ ഇപ്പുറത്തോട്ടോ അവര് ടോയ്ലറ്റുകൾ പണിഞ്ഞിട്ട് പറയാറുണ്ട്, സാറേ എൻ്റെ വീടിന്റെ കന്നിയിലല്ല നിൽക്കുന്നത്, ഒരു 5 അടി മാറിയിട്ടാണ് എൻ്റെ വീട്ടിലൊരു ടോയ്ലറ്റ് നിൽക്കുന്നത് എന്നൊക്കെ അവർ പറയാറുണ്ട്. കന്നി വിട്ടിട്ടാണ് നിൽക്കുന്നതെന്ന് പറയാറുണ്ട്. പക്ഷേ പലപ്പോഴും അത് കന്നിയിൽ തന്നെ ആയിരിക്കും. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വീടിനെ നമ്മൾ കറക്റ്റ് എടുത്തിട്ട് അതിനെ 9 ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അതിൽ 8-ലൊരു ഭാഗം വരുന്നത് ഈ 45 ഡിഗ്രി. അതായത് മൊത്തത്തിൽ നമുക്കൊരു കോമ്പസ് എന്ന് പറയുന്നത് 360 ഡിഗ്രിയാണ്. എത്ര ദിക്കുകളുണ്ട്? 8 ദിക്ക്. 360 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 45 കിട്ടും. അപ്പൊ നിങ്ങളുടെ വീട്ടിന്റെ 8-ലൊരു ഭാഗം, 8 ദിക്ക് ഒരു ബ്രഹ്മസ്ഥാനവുമാണല്ലോ. അപ്പൊ 8-ലൊരു ഭാഗത്തിനകത്ത് എവിടെ നിങ്ങൾക്കൊരു ടോയ്ലറ്റ് വന്നാലും അത് കന്നിയിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ ഈ കന്നിമൂല ഭാഗത്തൊരു ടോയ്ലറ്റ് വന്നാൽ എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൃഹനാഥയ്ക്ക് ആരോഗ്യ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, ഉദര സംബന്ധമായിട്ട് യൂട്രസ് സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾക്ക് സാധ്യതയുണ്ട്. 100 വീട്ടിലും വരണമെന്നില്ല, പക്ഷേ 95% വീടുകളിലും ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ വരാനുള്ള സാധ്യതകളുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഭാര്യയും ഭർത്താവും നിങ്ങളുടെ അഭിപ്രായ വ്യത്യാസങ്ങൾ, കലഹം, അതുപോലെ ഒരു ഇത് വളരെ മൂർധന്യത്തിലേക്ക് പോകുമ്പോൾ ഡൈവേഴ്സ് പോലുള്ള കാര്യങ്ങൾ വരെ നടക്കാനുള്ള സാധ്യത വാസ്തുപ്രകാരം ഈ ദിക്കിൽ ടോയ്ലറ്റ് വന്നാൽ ഉണ്ടാവും. അതേ പ്രശ്നം തന്നെയാണ് ഈ ദിക്കിൽ നമുക്ക് കിച്ചൺ വന്നാലും ഉണ്ടാവുന്നത്. അതുപോലെ മറ്റൊരു പ്രോബ്ലം എന്ന് പറയുന്നത് ഈ ദിക്കിൽ നമുക്കൊരു സെപ്റ്റിക് ടാങ്ക് വന്നാൽ, സെപ്റ്റിക് ടാങ്ക് അത് ഈ സൈഡിൽ വന്നാലും ഈ സൈഡിൽ വന്നാലും നമുക്ക് സെപ്റ്റിക് ടാങ്ക് വന്നാലും ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ഒരു ദിക്കിൽ വരുന്ന പ്രധാന പ്രശ്നങ്ങൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. സൗത്ത് വെസ്റ്റ് കന്നിമൂല ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ അത് ആ വ്യക്തിയിലെ സ്ത്രീയെ ബാധിക്കും. സ്ത്രീക്ക് ആരോഗ്യ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ, ഡൈവേഴ്സിൽ വരെ എത്താനുള്ള സാധ്യത അതുകൊണ്ടുണ്ടാവും. അതുപോലെ തന്നെ വിവാഹ സംബന്ധമായിട്ടുള്ള തടസ്സം. ഇപ്പം കന്നിമൂല ഭാഗത്തൊരു ദോഷമുള്ളൊരു വീട്ടിലാണെന്നുണ്ടെങ്കിൽ കുട്ടിയുടെ വിവാഹം നടക്കാനായിട്ട് താമസം ഉണ്ടാവും, അല്ലെങ്കിൽ ഒത്തിരി ആലോചനകൾ വന്നതിന് ശേഷമായിരിക്കും വിവാഹം നടക്കുന്നത്. അതായത് വിവാഹ സംബന്ധമായ തടസ്സം ഉണ്ടാവും. അത് ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും. ഓക്കെ, നമ്മളിപ്പോൾ കന്നിമൂലയെ പറ്റി ഏകദേശം കാര്യങ്ങൾ പറഞ്ഞു. നമുക്ക് മറ്റൊരു ദിക്കിലേക്ക് പോകാം. മറ്റൊരു ദിക്കെന്ന് പറയുന്നത് നോർത്ത് ഈസ്റ്റ്, അതായത് വടക്ക് കിഴക്ക്, ഈശാനകോണം എന്ന് നമ്മൾ പറയും. ഈശാനകോണ ഭാഗത്ത് ഇതുപോലെ തന്നെ ഈശാനകോണിൽ നമുക്ക് ഒരു ടോയ്ലറ്റ് വന്നെന്ന് കരുതുക. ഈശാനകോണിൽ ടോയ്ലറ്റ് വന്നു കഴിഞ്ഞാൽ വാസ്തുപുരുഷന്റെ ശിരസ് വരുന്ന ഭാഗമായിട്ടാണ് വാസ്തുവിൽ അതിനെ കണക്കാക്കുന്നത്. അപ്പോൾ ഒരു വീട്ടിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ദിക്കുകളിൽ ഒന്നാണ് ഈശാനകോണ്. ഈശാനകോണിൽ ഒരു ടോയ്ലറ്റോ ഒരു സെപ്റ്റിക് ടാങ്കോ ഒരു വേസ്റ്റ് വാട്ടറിന്റെ കുഴിയോ വന്നു കഴിഞ്ഞാൽ നമുക്ക് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ദുരിതങ്ങളും അത് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുമെന്ന് വാസ്തുവിൽ പറയുന്നുണ്ട്. ഒരുപാട് വീടുകളുടെ കൺസൾട്ടിങ്ങിൽ നിന്നിട്ട് അത് വളരെ ശരിയാണെന്നുള്ളത് അഭിപ്രായത്തിൽ നമുക്ക് എത്താനും സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത്രയും പെട്ടെന്ന് ആ ദിക്കിൽ നിന്ന് മാറ്റി അത് വടക്ക് പടിഞ്ഞാറാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത്. സെപ്റ്റിക് ടാങ്ക് ടോയ്ലറ്റ് ഒക്കെ ചെയ്യുന്നത് വടക്ക് പടിഞ്ഞാറ് ഭാഗത്താണ്. അപ്പൊ അങ്ങോട്ട് മാറ്റുന്നത് നല്ലതാണ്. പിന്നെ ഒരു കാര്യം പറയേണ്ടത്, ചില വീഡിയോകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ടോയ്ലറ്റ് വന്നാൽ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇപ്പൊ വടക്ക് പടിഞ്ഞാറ് ചെയ്യാമെന്ന് പറഞ്ഞല്ലോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാസ്തുവിൽ പറയുന്നത് ഇത്തരം കാര്യങ്ങൾ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ചെയ്യാനാണ് പറയുന്നത്. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീടിന്റെ 8 ദിക്കും ബ്രഹ്മസ്ഥാനവുമുണ്ട്. ഏത് ഭാഗത്ത് ടോയ്ലറ്റ് വന്നാലും ആ ദിക്കിന്റെ സൗഭാഗ്യം കുറയും. നമുക്കറിയാം മുന്നുള്ള കാലങ്ങളിൽ ടോയ്ലറ്റുകൾ വീടുകളിലില്ല. അപ്പോൾ നമുക്ക് ഇപ്പൊ ഒരു ടോയ്ലറ്റ് വന്നു, ഇപ്പൊ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒത്തിരി പ്രേക്ഷകരുണ്ടാവും. അപ്പൊ അവര് പറയും, സാറേ ഇത് വീട് ഞാൻ വെച്ചുപോയി, നമുക്കിതൊന്നും അറിയത്തില്ലായിരുന്നു, നമുക്ക് ഇന്ന സ്ഥലത്ത് ടോയ്ലറ്റ് വന്നു, ഇനി ഞാൻ എന്ത് ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
ഫെങ്ഷു പ്രകാരം അതിന് അതിൻ്റെതായിട്ടുള്ള പരിഹാരങ്ങൾ ഉണ്ട്. അപ്പോൾ നമ്മളൊരു പുതിയ വീട് വെക്കുമ്പോൾ ഉറപ്പായിട്ടും ഇത്തരം കാര്യങ്ങൾ ഒഴിവാക്കുക. അടുത്ത ഒരു ദിക്ക്, 3 ദിക്കുകളെ പറ്റി നമുക്ക് സംസാരിക്കാം. ഒന്ന് ഞാൻ കന്നിമൂലയെ പറ്റി സംസാരിച്ചു, ഒന്ന് ഈശാനകോണിനെ പറ്റി സംസാരിച്ചു, അടുത്തത് അഗ്നികോണം. അഗ്നികോണിൽ നമുക്കൊരു സെപ്റ്റിക് ടാങ്ക് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ടോയ്ലറ്റ് വന്നു കഴിഞ്ഞാൽ, അഗ്നികോണം എന്ന് പറയുന്നത് നമ്മുടെ ഫെങ്ഷു പ്രകാരം സമ്പത്തിന്റെ ദിക്കാണ്. നമ്മുടെ വാസ്തുപ്രകാരം അത് അഗ്നികോണം എന്ന് പറയുന്നത് അവിടെ ലക്ഷ്മി ഉണ്ടെന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ തെക്ക് കിഴക്ക് ഭാഗത്ത് ടോയ്ലറ്റോ സെപ്റ്റിക് ടാങ്കോ വന്നു കഴിഞ്ഞാൽ സാമ്പത്തിക പ്രശ്നങ്ങൾ, കടബാധ്യത ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതേപോലെ തന്നെ അവിടെ സെപ്റ്റിക് ടാങ്ക് വരുമ്പോൾ വീട്ടിൽ സ്ത്രീകൾക്ക് പൊതുവെ ആരോഗ്യ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും. അത് ഫെങ്ഷുൽ പറയുന്നത് ആ വീട്ടിലെ മൂത്ത പെൺകുട്ടിക്ക് ആ പെൺകുട്ടിയുടെ കഴിവിനനുസരിച്ച് ഒരു പ്രോഗ്രസ് ഇല്ലാത്തൊരവസ്ഥയും ഈ പറയുന്ന ടോയ്ലറ്റ് കൊണ്ടുവരും എന്ന് പറയുന്നുണ്ട്. അപ്പം ഒരു കാരണവശാലും ഈ ദിക്കുകളിൽ നിങ്ങൾ യാതൊരു കാരണവശാലും ടോയ്ലറ്റുകൾ പണിയരുത്. അപ്പോൾ നിങ്ങൾ എപ്പോഴും പണിയുമ്പോൾ ഒരു കൺസൾട്ടനെ കാണിച്ചുകൊണ്ട് ചെയ്യുന്നതാണ് നല്ലത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും പൈസ മുടക്കി ഒരു വീട് വെക്കുകയാണ്. അപ്പം ഒരു കൺസൾട്ടനെ കാണിച്ചിട്ട് അതിന്റെ വാസ്തുവിധികൾ അനുസരിച്ച് നമ്മൾ ചെയ്യുകയാണെങ്കിൽ പ്രശ്നങ്ങളിൽ നിന്ന് നമുക്ക് അതിജീവിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് വാസ്തു അല്ലെങ്കിൽ ഫെങ്ഷി നിങ്ങളെ സഹായിക്കും. ഓക്കെ, ഇപ്പൊ നമുക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വന്നുപോയി. നമുക്ക് എന്ത് ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ സൗത്ത് വെസ്റ്റിൽ ഒരു ടോയ്ലറ്റ് വന്നു. സൗത്ത് വെസ്റ്റിൽ ഒരു ടോയ്ലറ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ സ്വീകരണ മുറിയുടെ സൗത്ത് വെസ്റ്റ് ഭാഗത്ത് 2 ക്രിസ്റ്റൽ ബോളുകൾ ഹാങ് ചെയ്യാവുന്നതാണ്. സ്വീകരണ മുറിയുടെ സൗത്ത് വെസ്റ്റ് ഭാഗത്ത് 2 ക്രിസ്റ്റൽ ബോളുകൾ ഹാങ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ വീടിന്റെ പുറത്ത് ആ ഭാഗത്ത് റെഡ് ലൈറ്റും ചെയ്യാവുന്നതാണ്. അടുത്തത് നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് നമുക്ക് ഇതുപോലെ ഒരു ടോയ്ലറ്റ് വന്നു കഴിഞ്ഞാൽ ആ ടോയ്ലറ്റിനകത്ത് 5 റോഡുള്ള ഒരു വിൻചിയം സ്ഥാപിക്കുന്നത് അതിനൊരു പരിഹാരമാണ് എന്നും പറഞ്ഞ് നിങ്ങൾ ടോയ്ലറ്റ് അവിടെ കൊണ്ടുവച്ച് പരിഹാരം ചെയ്യാമെന്ന് വിചാരിക്കരുത്. പുതുതായിട്ട് വയ്ക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിനവിടെ നിന്ന് മാറ്റേണ്ടതാണ്. അടുത്തത് സൗത്ത് ഈസ്റ്റ് ഭാഗം. സൗത്ത് ഈസ്റ്റ് ഭാഗത്താണ് നിങ്ങൾക്കൊരു ടോയ്ലറ്റ് വന്നിരിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്വീകരണ മുറിയുടെ സൗത്ത് ഈസ്റ്റ് ഭാഗത്ത് ബെൽത്ത് ഷംബാല എന്ന് പറയുന്ന ഒരു ഗോഡിനെ സ്റ്റാച്ചു വെക്കാവുന്നതാണ്. അതുപോലെ നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് ടോയ്ലറ്റോ ഇതുള്ളവർക്ക് സ്വീകരണ മുറിയുടെ നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് വിദ്യാഭ്യാസത്തിനായിട്ട് പഗോഡ ടവർ വെക്കാവുന്നതാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഉപയോഗിച്ച് നോക്കൂ. നിങ്ങളുടെ ജീവിതത്തിൽ വ്യത്യാസങ്ങൾ ഉള്ളതായിട്ട് നിങ്ങൾക്ക് അനുഭവിച്ചറിയാനായിട്ട് സാധിക്കുന്നതാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.